അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ വരികയും അവിടെ വെള്ളം അടിച്ചിട്ട് 4 കാലി കിടക്കുകയും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കടന്നപ്പോൾ ചവിട്ടി പുറത്താക്കി. എൻ്റെ പടത്തിന്റെ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, എൻ്റെ പടം എന്തായെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം. എൻ്റെ പടത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചെയ്യാൻ നേരത്തെ എൻ്റെ ഫാദർ മരിച്ചു പോയായിരുന്നു. ഓക്കെ, ഒരു 4 ദിവസം മുന്നേ. പുള്ളിക്കാരന് ക്യാൻസർ ആയിരുന്നു, 2 വർഷമായിട്ട് കിടപ്പിലായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചുപോയി. അതിനുശേഷം നമ്മൾ പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന വ്യക്തി അദ്ദേഹം MLA കാൻഡിഡേറ്റ്സ് ആയിരുന്നു, കാൻഡിഡേറ്റ് അന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം നിന്നില്ല. പിന്നെ അവരുടെ കേന്ദ്ര നേതൃത്വം നിൽക്കണ്ടെന്നുകൊണ്ട് പറഞ്ഞു കാണും. പുള്ളിക്കാരൻ അങ്ങനെ മറ്റ് അവർക്ക് പ്രചാരണാർത്ഥം എല്ലാം അങ്ങോട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു മാസം. പിന്നെ നമ്മൾ ഷൂട്ടിംഗ് ഡേറ്റ് എടുത്തപ്പോൾ നമ്മുടെ ഇതിന്റെ ടൈറ്റിൽ കിടക്കുന്ന സജിച്ചേട്ടൻ ഇതേപോലെ മരിച്ചുപോയി. പുള്ളിക്കാരൻ അറ്റാക്ക് ആയിരുന്നു, പുള്ളിക്കാരൻ മരിച്ചുപോയി. പിന്നെ നമ്മൾ ഇപ്പൊ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചൗധരി സാറ് മരിച്ചുപോയത്. ജീവയുടെ ബ്രദർ ആണല്ലോ ജിത്തൻ രമേശ്, ചൗധരി സാറ് മരിച്ചുപോയി. അപ്പൊ അത് എല്ലാം വലിയ ന്യൂസ് ആയിരുന്നല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയാതെ നമുക്കൊരു സിനിമ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ ഈ 2 പേർക്കിടെ ഏകദേശം ഒരു 10 ദിവസം അടുപ്പിച്ച് ഡേറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഇത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഡേറ്റ് ഏകദേശമൊക്കെ ഒത്തു വരുന്നുണ്ട്. അപ്പം അതാണ് സംഭവം. അല്ലാതെ ഈ പറഞ്ഞ വ്യക്തി ലാൽ ജോസിന്റെ വലിയ പിന്നെ ചീഫ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ വരികയും അവിടെ വെള്ളം അടിച്ചിട്ട് 4 കാലി കിടക്കുകയും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കടന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇയാൾ വേറെ സിനിമ ലൊക്കേഷനിൽ പോയിട്ട് ഹിഡൻ ക്യാമറയുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്താന്നും പറഞ്ഞു. അപ്പൊ നമ്മളെ വിളിച്ചു വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്തൊന്നും വർക്ക് ചെയ്തിട്ടുമില്ല, ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ അവിടുന്ന് അടിച്ച് പുറത്താക്കി. ആ ഒരു കലിപ്പിന് എന്തെങ്കിലും കമന്റ് വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവർ കാണുന്ന ആൾക്കാർ വിചാരിക്കുക എന്തായിരുന്നു അവർ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയുന്ന ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. 4 കാലി നിൽക്കുന്നവർക്ക് അവസരം ചോദിച്ചിട്ട് നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വള്ളി കെട്ടാട്ട് എന്ന് വെച്ചാൽ ഫുൾ ടൈം ഇതിന്റെ പുറത്താ. അതൊന്നും ആയിക്കോട്ടെ, അതൊക്കെ പേഴ്സണൽ കാര്യം. പക്ഷെ നമ്മുടെ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഇച്ചിരി മാന്യമായിട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഏതൊരു ലൊക്കേഷനിൽ വന്നാലും അവിടെ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന ആൾ കുടിച്ചിട്ട് 4 കാലി ബോധമില്ല നിന്നാൽ എന്താണ് അവസ്ഥ എന്ന് മാത്രം നിങ്ങൾ സ്വയമേ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു മര്യാദ കാണുമല്ലോ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇങ്ങനെ രീതിയിൽ പോകണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി എൻ്റെ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത്. എൻ്റെ സിനിമ എന്തായെന്ന് ചോദിക്കുന്നവർക്ക് പറയാൻ വേണ്ടി ഒറ്റ വാക്കിൽ ഒരു ഉത്തരം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ.